ഇന്നാരുടെ തന്തയ്ക്ക് അമ്മ വിളിച്ചേ? ഇന്ന് ആരുടെയും തന്തയ്ക്ക് വിളിച്ചില്ലടാ. അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായി. എന്തോ പ്രശ്നം? ആ ഒനീലനെ പിന്നെ ആ ഒനീലനെ ആ മസ്താനി നിന്നപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് പോയതിന് മോശമായിട്ട് പിടിച്ചെന്നും പറഞ്ഞ് ആ ലക്ഷ്മി പറഞ്ഞുണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് ലക്ഷ്മിയൊക്കെ താണ്ട ഇപ്പം ജയിലിൽ വിടാൻ പോവുക. ലാലേട്ടൻ വരുമ്പോ അതും ചോദിക്കണം. അല്ല, ലക്ഷ്മിയെ വിടുക. ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് അത് പറയണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒനീലന്റെ വീട്ടിലുള്ളവരെല്ലാം ഇത് കാണുന്നില്ലേ, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ, ഇതൊക്കെ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? ആരെല്ലാം ആരുടെ എല്ലാം മണ്ടയെ കൂടെ ചാടയെ എടുക്കുകയൊക്കെ ചെയ്ത് ഈ കളികൾ അത്രയും നടന്ന സമയത്തൊക്കെ അല്ല, ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിനാ ലക്ഷ്മി എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. അതിന് നിങ്ങള് ഇതല്ലേ അനീഷിന്റെ ആരാധികയല്ലേ? അങ്ങനല്ല, എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. അപ്പോഴത്തേക്ക് അനീഷിന്റെ ആരാധിക മാത്രമല്ല, ഓരോരുത്തരെയും കുറ്റം പറയുമ്പോ അത് കണ്ടുപിടിച്ചിട്ട് അത് ലാലേട്ടനെ അറിയിക്കണം. അതാ വേണ്ടുന്നത്. അതിനല്ലേ ഇങ്ങനെ കാണുന്ന അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചതും ചോദിക്കണം, അതും ലാലേട്ടൻ വരുമ്പോ ചോദിക്കണം, ഇതും ചോദിക്കണം. എല്ലാവരുടെയും ആരാധകൻ തന്നെ. അത് കൊള്ളാത്തത് കൊള്ളത്തില്ലെന്ന് തന്നെ. 100 ദിവസം കഴിയുമ്പോ തീരും. അത് തീരുമ്പോ അവരെല്ലാം പുറത്തിറങ്ങും. അന്നേരം അവരെ പോയി കാണണം, അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കണം. എന്തൊരുപ്പ നിങ്ങളെ പ്രശ്നം? അങ്ങനെയാടാ, ഇത് ഞാൻ ശ്രദ്ധിച്ചിവിടെ ഇരുന്ന് കാണുന്നുണ്ട് എല്ലാ ദിവസവും. പരീക്ഷ ഉണ്ടല്ലേ? ആ പരീക്ഷയല്ല ഞാൻ കാണുന്നത്. എന്തോന്നറിയണം, ലാസ്റ്റിൽ ആര് ജയിച്ചിട്ടാ പ്രൈസ് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്തുവാ? ഒനീലിന് നീതി കിട്ടണോ? ഒനീലിന് നീതി കിട്ടണം. ലക്ഷ്മിയെ കൊണ്ട് മാപ്പ് പറയിക്കണം. മാപ്പ് പറയിപ്പിക്കണം. അത് ലാലേട്ടനും കൂടെ അറിഞ്ഞിട്ട് മാപ്പ് പറയിപ്പിക്കണം. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി. ഒന്നും പറയത്തില്ല. മാനസികമായിട്ട് ഉമ്മാക്ക് എന്തോ അസുഖം പോലെ ഇതൊക്കെ എന്നൊക്കെ പറയുന്നു. ഒന്നും പറയത്തില്ല, അങ്ങനെ ഒന്നും പറയത്തില്ല. ആരാ പറയുന്നേ? ശരി, നടക്കട്ടെ. നടക്കട്ടെ.